അതെ, ഈ മുഹമ്മൂട് ജംഗ്ഷൻ എവിടാ? ഇത് തന്നെ മുഖംമൂടി മുക്ക്. ആരെ കാണാനാ? ഈ തോട്ടുമുഖത്തെ വീട്ടിൽ. പടിഞ്ഞാറോട്ട് പോയാൽ മതി. അല്ല പ്രകാശ, മുഹമ്മൂടി ജംഗ്ഷൻ എന്ന പേര് ഇന്ന് ഒരിടത്തല്ലല്ലോ. മാസ്ക് കാരണം എല്ലായിടവും മുഹമ്മൂടി ജംഗ്ഷൻ അല്ലയോ? രാത്രി കാലങ്ങളിൽ ആളുകളെ ദ്രോഹിക്കാൻ കള്ളന്മാർ മുഹമ്മൂടി ധരിച്ചു വന്നുവെങ്കിൽ ഇന്ന് പട്ടാപ്പകൽ മുഹമ്മൂടി അണിഞ്ഞു കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമായി. CCTV ക്യാമറയിൽ പോലും രൂപം തെളിയില്ല. ഇന്നാണെങ്കിൽ മുഹമ്മൂടി അണിഞ്ഞില്ലെങ്കിൽ പോലീസിന് പൈസയും കൊടുക്കണം. പക്ഷെ രാജേന്ദ്ര, മനുഷ്യൻ പൊയ്മുഖം എന്ന മുഖംമൂടി അണിഞ്ഞിട്ട് കാലങ്ങളേറെ ആയില്ലേ? അതിനിപ്പോൾ കൂടുതൽ സൗകര്യവുമായി. എല്ലാം പോയി, മനസ്സിൽ അകലം മാത്രം. മനുഷ്യർക്ക് എല്ലാം ഒരേ ഒരു വികാരം മാത്രം, ഭയം. അതിന് ഒരു കാലത്തും പോകാൻ പോകുന്നില്ല. മാസ്കിന് നിർബന്ധമില്ല എന്ന് സർക്കാർ പറഞ്ഞാലും ഇനിയുള്ള കാലം എല്ലാവരും മാസ്ക് ധരിച്ച് നടക്കൂ രാജേന്ദ്ര. മാസ്ക് ഉണ്ടാക്കുന്നതോടെ നല്ല കാലം. സത്യത്തിൽ രാജേന്ദ്ര, മാസ്ക് ഇട്ട രോഗം വരില്ലേ? വരില്ലെന്നാ പറയുന്നത്. കൊറോണ വന്നിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ മാസ്ക് നിയമം നിലവിൽ വന്നത്. ആളുകൾ മുറുക്കിത്തുപ്പുന്നത് കൊണ്ടാ മാസ്ക് നിയമം വന്നത്. മുറുക്കാൻ കച്ചവടക്കാരൻ്റെ പാക്കുവെട്ടി സഹിതമാ ഫൈൻ ഈടാക്കിയത്. ഒരു കൂട്ടർ ഇതിനിടയിൽ പറഞ്ഞു വരുത്തി മാസ്ക് ഇട്ടാൽ രോഗം വരില്ലെന്ന്. എന്നാ PP കിറ്റ് ധരിച്ചവർക്ക് പോലും രോഗം വന്നു. മാസ്ക് ഇട്ടില്ലെങ്കിൽ വലിയ പിഴയും സർക്കാർ ഈടാക്കും. അതെല്ലാം പുരകത്തുമ്പം വാഴ വെട്ടുക എന്നത് ചിലരുടെ സ്വഭാവമല്ലേ? ലോകം മുഴുവൻ മഹാമാരി വന്ന് ജനജീവിതം സ്തംഭിച്ചിട്ടും പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണപ്പിരിവ് നടത്തുക സർക്കാർ. കിട്ടാവുന്നതെല്ലാം പിടിച്ചു പറിക്കുക. ജനാധിപത്യമെന്നാൽ ജനങ്ങളാൽ ആധിപത്യമെന്നാൽ. പക്ഷേ ഇത് ജനങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കും. പ്രതികരണശേഷിയില്ലാത്തവരാണല്ലോ ജനങ്ങൾ. ജനങ്ങളെ സേവിക്കുകയല്ല, ദ്രോഹിക്കുക ചെയ്യുന്നത്. ആളുകൾ മാസ്ക് ധരിച്ചപ്പോൾ പിന്നെ ഹെൽമറ്റ് പിടുത്തമായി. ഹെൽമറ്റ് ഇട്ടപ്പോൾ പുറകിലിരിക്കുന്ന ആളിന് ഹെൽമറ്റ് വേണമെന്നായി. പാവങ്ങളുടെ ടാക്സിയിൽ GPS ഇല്ല ടെസ്റ്റ് നടത്തത്. എന്നാൽ പ്രൈവറ്റ് വാഹനങ്ങളിലാണ് മൊത്തം അഴിമതി നടക്കുന്നത്. എന്നാൽ അതിൽ GPS വേണ്ടെന്നാണ് സർക്കാരിന്റെ വാദവും. സ്വസ്ഥതയില്ല രാജേന്ദ്ര. പാപം മറിച്ചിട്ടാൽ പമ്പ, പാപം മരിച്ചിടാൻ പമ്പ, പാപനാശിനി പമ്പ, പൂർണ്ണ പുണ്യദായിനി പമ്പ. അയ്യോ, ആ പാട്ടിനി പാടും. അതെന്താ? പാപം മാറ്റാൻ ഇനി പമ്പാ നദിയിൽ ഇറങ്ങാൻ അനുവാദമില്ല. അതിന് ആരുടെ അനുവാദമാ വേണ്ടത്? സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന്റെ അനുഗ്രഹമാണ്. അയ്യോ, ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് വേറൊരാളല്ലേ? കിടക്കുപുറത്ത്. കടക്കുപുറത്ത്. സദാസമയവും ആർക്കെങ്കിലും മാസ്ക് വെക്കാൻ പറ്റുമോ പ്രകാശ? അതെങ്ങനെ? ആഹാരം കഴിക്കുമ്പം, വെള്ളം കുടിക്കുമ്പം, വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഉമ്മ കൊടുക്കുമ്പം മാസ്ക് ധരിക്കാൻ പറ്റുമോ? രാത്രി ഉറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാൻ പറ്റുമോ രാജേന്ദ്ര? മാസ്ക് ധരിക്കാൻ പറയുന്നവർ മാസ്ക് ധരിക്കുന്നുമില്ല. അവർക്ക് എന്തും ആകാമല്ലോ. ഏതായാലും മാസ്കിനത്തിലും സർക്കാരിന് കിട്ടി കോടികൾ. പാവങ്ങളുടെ മനമുരുകിയ കാശ്. ഹെൽമറ്റ് വേട്ടയ്ക്ക് പകരം മാസ്ക് വേട്ടയായി. ഹെൽമറ്റോ വണ്ടി ഓടിക്കുന്നവന്റെ തല സംരക്ഷിക്കാം, അതിനും സർക്കാരിന് പൈസ. അങ്ങനെ ജനങ്ങളുടെ സുരക്ഷിതമാണെങ്കിൽ പാലാരിവട്ടം പാലം സിമന്റില്ലാതല്ലയോ പണിഞ്ഞത്? മാസ്ക് ധരിക്കുന്നത് നല്ലതാ രാജേന്ദ്ര. പക്ഷെ അത് നിർബന്ധിപ്പിച്ച് ധരിപ്പിക്കുമ്പോഴാ കുഴപ്പം. സത്യത്തിൽ കൊറോണ രോഗികൾക്ക് എല്ലാം തന്നെ മാസ്ക് ഉണ്ട്. ശ്വാസോച്ഛ്വാസം ഇല്ലല്ലോ. മൂക്കും വായും മൂടി കെട്ടിയാ മതി ചാകാൻ വരെ. മനുഷ്യന്റെ ബുദ്ധിയും വിവരവും എല്ലാം പോയി പ്രകാശ. മൃഗങ്ങൾക്കൊന്നും
ഒരു രോഗവും ഇല്ല. അവർക്കാണെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ നടക്കുകയും ചെയ്യാം. ഇതിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ നാട്ടിൽ ബ്രിട്ടീഷുകാരെ ഭയന്നതുപോലെ. ആളുകൾ പറയും നമ്മളല്ലേ സൂക്ഷിക്കുന്നത്. സത്യത്തിൽ ദൈവമല്ലേ നമ്മളെ സൂക്ഷിക്കുന്നത് രാജേന്ദ്ര. മാസ്ക് മോഷ്ടാക്കൾക്ക് ഗുണകരമായി. ഉപയോഗിച്ച മാസ്കിലും ഉപയോഗിക്കുന്ന നോട്ടിലും കൂടി രോഗം വരാം. അതാരും അറിയുന്നില്ലല്ലോ. കണ്ണിൽ കൂടി രോഗം വരുമെന്ന് കേൾക്കുന്നു. കണ്ണ് മൂടി കെട്ടിയ ചിലതൊന്നും കാണണ്ടല്ലോ. ഇനി കാത് മൂടി കെട്ടുന്നത് എപ്പോഴായിരിക്കും? ഏതായാലും മനുഷ്യൻ അഹങ്കരിച്ചതിൻ്റെ ഫലം പ്രകൃതി ഇപ്രാവശ്യം നടത്തിയ മാറ്റം ഒരു ഒന്നൊന്നര മാറ്റമായിപ്പോയി. സുന്ദര മുഖം മൂടിയിട്ട് മറച്ച മാറ്റം, കലയും വിനോദവും നിലച്ച മാറ്റം, മനുഷ്യനെ അകറ്റിയ മാറ്റം, ദേവാലയങ്ങളിൽ നിന്ന് ഭക്തജനങ്ങളെ അകറ്റിയ മാറ്റം. ദേവാലയവും വിദ്യാലയവും തുറക്കും മുമ്പ് മദ്യാലയം തുറന്ന മാറ്റം. ശുദ്ധവായു ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. മനുഷ്യനെയും ദൈവത്തിനെയും പുല്ലുവില പോലും കൽപ്പിക്കാത്ത മാറ്റം. മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതോട്ട് നടക്കോ ഇല്ലതാനും. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാണല്ലോ. ചട്ടങ്ങളെ മാറ്റിയില്ലെങ്കിൽ അത് സ്വയം നമ്മളെ മാറ്റും എന്നാണല്ലോ കവിവചനം. കിടക്കു പുറത്ത്. കടക്ക് പുറത്ത്.